സാമ്പത്തികമായി ഞെരുക്കാനല്ലേ നീക്കം? അവസാനം നമ്മൾ ഒരുപാട് പ്രതിസന്ധി നേരിട്ടല്ലോ. ഒരുപക്ഷെ നമ്മുടെ അത്ര പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഒരു നാടും ഈ കാലയളവിലൊക്കെ രാജ്യത്തുണ്ടായിട്ടില്ല. അതല്ലേ അവസ്ഥ? ഇവിടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം, അതിന് തൊട്ടു പിന്നാലെയുള്ള അതിരൂക്ഷമായ കാലവർഷക്കെടുതി, 2 വർഷത്തെ കോവിഡ് മഹാമാരി ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ചു, നമുക്കും ബാധിച്ചു. ഇടക്ക് വന്ന നിപ്പ, ഓക്കി. ഒരു നാടിന് തകരാൻ പിന്നെന്ത് വേണം? ആ ഘട്ടത്തിലല്ലേ നാടിനെ സഹായിക്കേണ്ടത്? സഹായിക്കാൻ ബാധ്യപ്പെട്ടതല്ലേ കേന്ദ്ര ഗവൺമെൻറ്? നമ്മളൊരു ഔദാര്യം ചോദിക്കലല്ല, അവകാശമാണിതൊക്കെ. സഹായിച്ചോ? പ്രത്യേക പാക്കേജ് അനുവദിച്ചോ? അർഹതപ്പെട്ടതുപോലും തന്നോ? ഇവർ ശബ്ദിച്ചോ അതിനെതിരെ? ഇതല്ലേ നമ്മുടെ അനുഭവം. എങ്ങനെയാണ് നാടിനോട് ഇത്ര കടുത്തൊരു പക ഇവർക്ക് വന്നു ചേർന്നത്? ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കൽ, ഞാൻ മുഴുവൻ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. സാമ്പത്തികമായ ഞെരുക്കലിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത് 7 വർഷം നമ്മുടെ സംസ്ഥാനത്തിന് അനുഭവിക്കേണ്ടി വന്ന സാമ്പത്തിക പ്രയാസത്തിൻ്റെ അടിസ്ഥാനം സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച സമീപനം, അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ കയ്യിൽ വരേണ്ട പണം വരാതിരുന്നത് എത്ര? അതാണ് സുപ്രീം കോടതി മുൻപാകെ കേരള ഗവൺമെൻറ് ഫയൽ ചെയ്ത കേസിൽ കാണിച്ച ഒരു വസ്തുത. എത്രയാത്? 1,07,500 കോടിയിൽ പരം രൂപ ഒരു സംസ്ഥാനത്തിൻ്റെ കയ്യിൽ 7 വർഷം കൊണ്ട് എത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ നിഷേധിച്ചാൽ ആ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താകും? ഇവര് ഈ 18 അംഗ സംഘം അതിനെതിരെ സംസാരിച്ചോ? അവരുടെ കൂടെയല്ലേ നിന്നത്? ഒരു കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ച BJPയുടെ കൂടെയല്ലേ നിന്നത്? അവർക്ക് വിരോധപരമായ സമീപനം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മുടെ നാട് അവരെ സ്വീകരിക്കുന്നില്ല, അതിനിയും സ്വീകരിക്കില്ല. അതിൻ്റേതായ വിരോധം ജനങ്ങളോടും നാടിനോടും ഈ രീതിയിലാണ് തീർക്കുന്നത്. നിങ്ങൾക്കെന്താണ് വിരോധം? നിങ്ങളല്ലേ 18 പേര് കേരളത്തിലെ പ്രതിനിധീകരിച്ച് പോയത്? നിങ്ങൾ ഈ നാടിനോടൊപ്പം നിൽക്കാൻ ബാധ്യതപ്പെട്ടവരല്ലേ? പക്ഷേ നിങ്ങൾ നിന്നോ? ഇതും ജനങ്ങളാകെ കണ്ട കാര്യമല്ലേ? ഒരനുഭവം ഞാൻ പങ്കുവെക്കാം. സാധാരണ പാർലമെൻറ്റ് സമ്മേളനം ചേരുമ്പോൾ അതിനു മുൻപായി MP-മാരുടെ യോഗം വിളിച്ചു ചേർക്കും. ആ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇതാണ് അവസ്ഥ, എല്ലാ കണക്കും അവതരിപ്പിച്ചു. കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണ്. നിങ്ങളെല്ലാവരും MP-മാർ സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കണം. എല്ലാവരും സമ്മതിച്ചു. ഞങ്ങൾ പോകും, കാണും, നിവേദനം കൊടുക്കും. നിവേദനം തയ്യാറാക്കി ഒപ്പിടേണ്ട ഘട്ടമായി, ഒപ്പിടാൻ തയ്യാറായില്ല. അങ്ങനെ അത് പോയി. പിന്നെ കാലം കടന്നു പോവുകയാണല്ലോ. പിന്നെ ഒരു സമ്മേളനം, MP-മാരുടെ യോഗം, അതിൽ വീണ്ടും ഇത് പറയുകയാണ്. അപ്പോഴും അന്നത്തെ കണക്കെല്ലാം അവതരിപ്പിച്ചു. എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങൾ ഒന്നിച്ചു പോകും, നിവേദനം കൊടുക്കും. എന്താ സംഭവിച്ചതെന്നറിയോ? നിവേദനം തയ്യാറാക്കി ചെന്നപ്പോൾ ഇവർ പറയാണ്, ഇതിലൊരു വാചകം കൂടി വേണം. കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത
അതിനെക്കുറിച്ചൊരു വാചകം വേണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന നിവേദനം, നിങ്ങൾ സംസ്ഥാനത്തെ അവഗണിക്കുന്നു, സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നു, ഇതാണ് പൊരുൾ. അപ്പോൾ അതിനകത്ത് ഇത് നിങ്ങളെ കുറ്റം കൊണ്ടല്ല, നമ്മുടെ സംസ്ഥാനം കേരളം അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്ന് അവർക്ക് എഴുതി കൊടുക്കണം എന്നർത്ഥം. എങ്ങനെയാണ് ഇത്തരം ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? ഇപ്പോൾ നമ്മളെ കേസിൽ കണ്ട കാര്യം നമ്മളെല്ലാം കണ്ടല്ലോ. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ രണ്ട് കൂട്ടരും രണ്ട് ഗവൺമെൻറ്റുകളല്ലേ, നിങ്ങൾ ചർച്ച ചെയ്യൂ. നിയമസഭ ചേരുന്ന ഘട്ട ബജറ്റ് സമ്മേളനം, ധനമന്ത്രി മറുപടി പറയേണ്ട സമയമാണ്. പക്ഷേ അദ്ദേഹം ഈ ചർച്ചയുടെ പ്രാധാന്യം കണക്കാക്കി അങ്ങോട്ട് ചെന്നു. വല്ല കാര്യമുണ്ടോ? അവിടെ ചെന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളൊരു കാര്യവും ചെയ്യില്ല, നിങ്ങൾ കേസ് പിൻവലിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരൂ. നമുക്ക് അർഹതപ്പെട്ടതാണ് നമ്മൾ ചോദിക്കുന്നത്, ഇതൊന്നൊരു ഔദാര്യം ചോദിക്കലല്ല. പക്ഷെ തരാൻ തയ്യാറില്ല. കോടതിയുടെ മുമ്പാകെ വിവരങ്ങളൊക്കെ പറഞ്ഞു. കോടതി അപ്പോൾ പറഞ്ഞു, കേരളത്തിന് അർഹതപ്പെട്ടതാണ് 13,000 കോടിയിലധികം രൂപ. അത് കൊടുക്കില്ല എന്ന് പറയുന്നത് ന്യായീകരിക്കാനാവില്ല. അതിനനുമതി കൊടുക്കേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമായിപ്പോയി. അപ്പോൾ ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായ പണം കിട്ടി. പക്ഷെ നമ്മൾ കാണേണ്ടത്, അത് നമുക്കൊരു ഔദാര്യം കിട്ടിയതല്ല, നമുക്ക് അർഹതപ്പെട്ട പണമാണ്. ആ അർഹതപ്പെട്ട പണം കിട്ടുന്നതിനടക്കം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നതിനടക്കം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. ആ കേസ് വീണ്ടും തുറന്നു. സുപ്രീം കോടതി എന്താ പറഞ്ഞ്? അതീവ ഗൗരവമുള്ള വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത്. ഇതേവരെ പരിശോധിക്കപ്പെടാത്ത ചില മേഖലകൾ ഇതിലുണ്ട്. സുപ്രീം കോടതി വ്യക്തത വരുത്താത്ത ചില മേഖലകളാണത്. അതുകൊണ്ട് ഇത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം. ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി മാറിയത്. അപ്പോഴെല്ലാം നമ്മളെ ഈ 18 അംഗ സംഘം നമ്മുടെ കൂടെയല്ല നിന്നത്, കേരളത്തിൻ്റെ കൂടെയല്ല, അവരെ തിരഞ്ഞെടുത്തയച്ച ജനങ്ങളുടെ കൂടെയല്ല. ആ ജനങ്ങളെയും കേരളത്തെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ കൂടെയാണ് അവർ നിന്നത്. ഇതാണ് നമ്മുടെ അനുഭവം. ഈ അനുഭവം ആവർത്തിക്കണോ? അതാണ് കേരളം പൊതുവെ ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ നാട് ഒന്നാകെ, ജനങ്ങളൊന്നാകെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം വിലയിരുത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ രക്ഷയ്ക്കും കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതിനും നിലപാട് എടുക്കേണ്ടതുണ്ട് എന്നാണ് പൊതുവെ കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ച ഈ 2 കൂട്ടർക്കുമെതിരെ കേരളത്തിൽ ശക്തമായ വികാരം അലയടിച്ചു വരികയാണ്. BJP രാജ്യത്ത് അധികാരത്തിൽ വരാൻ പാടില്ല എന്ന വികാരം പൊതുവേ തന്നെ എല്ലാവരിലുമുണ്ട്. എന്നാൽ അതോടൊപ്പം കേരള വിരുദ്ധ വികാരമാണ് BJPയെയും UDFനെയും നയിക്കുന്നത്. അവരിവിടെ വിജയിച്ചു വന്നുകൂടാ എന്ന പൊതുവായ വിലയിരുത്തലിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ കഴിയുന്നത് വലിയ തോതിലുള്ള LDF അനുകൂല തരംഗമാണ്. ഇതാണിന്ന് എല്ലാ മണ്ഡലങ്ങളിലും കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി ആറ്റിങ്ങൽ മണ്ഡലത്തെയും നാം കാണണം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി V. ജോയിയെയാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ജോയിയെ നിങ്ങൾക്കാർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങളിൽ ഒരാളെപ്പോലെ
നിങ്ങളുടെ കുടുംബാംഗം പോലെ ജോയിയെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അധികം നിങ്ങളോട് സംസാരിക്കേണ്ടതായിട്ടില്ല. ഈ കാലയളവിലെല്ലാം ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ആശയക്കുഴപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. നല്ല ആശയവ്യക്തതയും നിലപാടിൽ തെളിമയും സഖാവ് ജോയിക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളായാലും കേരളത്തിൻ്റേതായ പ്രശ്നങ്ങളായാലും എല്ലാറ്റിനെയും വ്യക്തതയോടെ സമീപിക്കാൻ ജോയിക്ക് സാധിക്കും. ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സഖാവ് ജോയിയെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായി പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്